ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് മൂവ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. എ പാർട്ടിക്കിൾ മൂവ്സ് അലോങ് എ കർവ്, അല്ലേ? ഫൈൻഡ് ദ പോയിന്റ്സ് ഓൺ ദ കർവ് അറ്റ് വിച്ച് ദ y കോർഡിനേറ്റ് ഈസ് ചേഞ്ചിങ് 8 times ഫാസ്റ്റ് ആസ് x കോർഡിനേറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ പാർട്ടിക്കിൾ ഏതോ ഒരു കർവിലൂടെ മൂവ് ചെയ്യണം. ഞാൻ ചുമ്മാ ഒരു കർവ് ഇവിടെ വരയ്ക്കുവാണ്, ഇത് എന്തെങ്കിലും ഒരു കർവാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മുടെ ഒരു പാർട്ടിക്കിള് ഈ കർവിലൂടെ ഇങ്ങനെ മൂവ് ചെയ്ത് പോവാണ്, ഉണ്ടോ? അപ്പോൾ ക്വസ്റ്റ്യനിൽ അവർ പറയുന്ന ഒരു കാര്യം ഇതാണ്, ഈ കർവിൻ്റെ ഒരു ഇക്വേഷൻ അവർ തന്നിട്ടുണ്ട് കേട്ടോ. എന്താണ് കർവിൻ്റെ ഇക്വേഷൻ? എന്താണ്? 6y = x³ + 2. ഇതാണ് നമ്മുടെ കർവിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ചോദിച്ചേക്കുന്നതാണ്, നിങ്ങൾ ഈ കർവിൽ ഏതെങ്കിലും ഒരു പോയിന്റ് കണ്ടുപിടിക്കുക. ഓക്കെ, എന്താണ് ആ പോയിന്റ് പ്രത്യേകത? എന്താ? y കോർഡിനേറ്റ് ഈസ് ചേഞ്ചിങ് 8 times ആസ് ഫാസ്റ്റ് ആസ് x കോർഡിനേറ്റ്. അപ്പോൾ നമുക്ക് ആദ്യം ആ കണ്ടീഷൻ തന്നെ എഴുതാം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനുകളിൽ നിങ്ങൾ എപ്പോഴും കണ്ടീഷൻസ് എഴുതി പോകാൻ നോക്കണം. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന പ്രകാരം y കോർഡിനേറ്റ് ഈസ് ചേഞ്ചിങ് 8 times ആസ് ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ സമയത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ ഫാസ്റ്റ് സ്ലോ എന്നൊക്കെ പറയുന്നത്. y കോർഡിനേറ്റ് ഈസ് ചേഞ്ചിങ് 8 times ആസ് ഫാസ്റ്റ് ആസ് x കോർഡിനേറ്റ് ഉണ്ടോ? അപ്പം dy/dt = എന്താണ്? 8 times dx/dt. ഓക്കെ, ഇനി നമുക്ക് ആദ്യം തന്നെ എഴുതി വെക്കാം. ഇത് ഗിവൺ ആണ് കേട്ടോ, ഗിവൺ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ഇക്വേഷനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 2. അപ്പം ഡിഫറൻഷിയേറ്റിംഗ് 2 വിത്ത് റെസ്പെക്ട് ടു ടൈം എങ്ങനെ വരും? 6 ഇൻറ്റു വൈനെ ഡിഫറൻഷിയേറ്റ് എന്ത് വരും? dy/dt. നമ്മൾ ടൈം വെച്ചല്ല ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, അപ്പോൾ dy/dt വരും. ഇത് സംതിങ് റേസ് ടു n, അപ്പോൾ എന്ത് വരും? n ഇൻറ്റു സംതിങ് റേസ് ടു n - 1 ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് സംതിങ് dx/dt പ്ലസ് 2ൻ്റെ ഡിഫറൻഷ്യൽ എന്താ? 0 ആണ്. പിന്നെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിനെ നമ്മൾ നമുക്കൊരു കാര്യം നമ്മുടെ ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. എന്താണെന്നറിയോ? ഈ dy/dt എന്ന് പറയുന്നത് ക്വസ്റ്റിനെ തന്നേക്കുന്ന പ്രകാരമാണെങ്കിൽ dy/dt എന്ന് പറയുന്നത് എന്താണ്? 8 times dx/dt. അപ്പോൾ dy/dtക്ക് വരെ നമുക്ക് എന്തിട്ട് കൊടുക്കുക? 8 times dx/dt = 3 ഇൻറ്റു x² ഇൻറ്റു dx/dt അല്ലേ? അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇത് രണ്ട് ക്യാൻസൽ ചെയ്ത് കളയാമല്ലോ. ഇത് രണ്ടും ക്യാൻസൽ ആയി പോകത്തില്ലേ? ഇതും ക്യാൻസൽ ആയി പോകും, ഇതും ക്യാൻസൽ ആയി പോകും. അപ്പോൾ 6 ഇൻറ്റു 8 48. 48 = 3x². അല്ലെ, ഇതിൽ 3ൽ ക്യാൻസൽ ചെയ്യാമല്ലോ. 16 കിട്ടും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് √16 എന്ന് പറഞ്ഞു വരും. 16ൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്ത് വരും? +or-4 ആണ്, അല്ലേ? അപ്പോൾ നമുക്ക് എക്സിന് രണ്ട് വാല്യൂസ് എടുക്കാം. എക്സിന് എന്ത് വാല്യൂ എടുക്കാം? ഒന്നെങ്കിൽ +4 എടുക്കാം, അല്ലെങ്കിൽ -4 എടുക്കാം. അപ്പോൾ ഞാൻ രണ്ട് വാല്യൂസ് എഴുതാം. ആദ്യം എക്സ് +4 എടുക്കുകയാണെങ്കിൽ വൈയുടെ വാല്യൂ എത്രയാണ്? നമുക്ക് ആ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ആ വൈയുടെ വാല്യൂ എടുക്കാം. ഇതല്ലേ ഇക്വേഷൻ? y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? ഈ ഇക്വേഷൻ നമ്പർ 2 പ്രകാരം y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? x³ + 2/6 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 4 ഇട്ട് കൊടുക്കുക. അപ്പോൾ 4³ എന്ന് പറയുന്നിടത്ത് എത്ര വരും? 64 വരും, അല്ലേ? 4 × 4 16, 16 × 4 അല്ലേ? 64 പ്ലസ് 2/6, അപ്പോൾ 66/6. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ എത്ര കിട്ടും? 11. അപ്പോൾ x 4 ആണെങ്കിൽ y എത്ര? 11 ആണ്. ഇനി നമുക്ക് രണ്ടാമത്തെ കേസ് എടുക്കാം, അതായത് x -4 എടുക്കാം. -4 സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം. y = -4ൻ്റെ ക്യൂബ്. -4ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? -64 എന്ന് പറഞ്ഞു വരും. പ്ലസ് 2/6 വരും. അപ്പം -62/6 എന്ന് പറഞ്ഞു വരും, അല്ലേ? അപ്പം അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സിംപ്ലിഫൈ ആണെങ്കിൽ -31/3 എന്ന് പറഞ്ഞു കിട്ടും, അല്ലേ? അപ്പോൾ നമ്മുടെ പോയിന്റ്സ് എന്തൊക്കെയാണ്? ഏതൊക്കെ പോയിന്റ്സിലാണ് ഈ റേറ്റ് സംഭവിക്കുന്നത്? എങ്ങനെ സംഭവിക്കുന്നത്? y കോർഡിനേറ്റ് 8 times ഫാസ്റ്റ് ആസ് x കോർഡിനേറ്റ് സംഭവിക്കുന്ന രണ്ട് പോയിന്റ്സ് നമുക്ക് കിട്ടി. എന്തൊക്കെയാണ്? therefore പോയിന്റ്സ് ആർ ഏതൊക്കെ വരും? 4, 11 കണ്ടോ ഒരു പോയിന്റ്, ആൻഡ് -4ഉം -31/3. ഇതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സിമ്പിളായിരുന്നു, ഒന്നുമില്ല.
അതായത് അവരൊരു കർവ് തന്നിട്ടുണ്ട്, അതിന് ഇക്വേഷൻ തന്നിട്ടുണ്ട്. എന്നിട്ട് അവർ പറയുന്നുണ്ട് ഒരു പാർട്ടിക്കിൾ അതിലൂടെ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പാർട്ടിക്കിൾ മൂവ് ചെയ്യാൻ നേരത്ത് ഏതോ പോയിന്റിൽ, ആ പോയിന്റിൽ y കോർഡിനേറ്റിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് 8 ടൈംസ് ഓഫ് എക്സ് കോർഡിനേറ്റിന്റെ ചേഞ്ച് ആണ്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ നമ്പർ 2നെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമ്മൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചെടുത്തു അല്ലേ. എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചെടുത്തു. അതിൽ നിന്ന് നമ്മൾ വൈയുടെ വാല്യൂ കണ്ടുപിടിച്ചെടുത്തു. എക്സിന് 2 വാല്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ എക്സിന്റെ രണ്ടാമത്തെ വാല്യൂ ഇട്ട് കൊടുത്ത് വൈയുടെ വാല്യൂ കണ്ടുപിടിച്ചു. നമ്മൾ 2 പോയിന്റുകളും കണ്ടുപിടിച്ചു. ക്ലിയർ ആണല്ലോ ഐഡിയ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 12. Radius of an air bubble is increasing at the rate of 1/2 centimeter per second. At what rate is the volume of the bubble increasing when radius is 1 centimeter? അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് കുറേ ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ് ഈ ടൈപ്പ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചെയ്തായിരുന്നു, ക്യൂബിക്കൽ ഇതൊക്കെ കുറേ ചെയ്യിപ്പിച്ചതായിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഹോംവർക്ക് തരുവാണേ, നിങ്ങൾ ഹോംവർക്ക് ചെയ്യാം, നിങ്ങളത് ചെയ്ത് നോക്കാം. ഞാൻ ഇതിൻ്റെ ആൻസർ എന്തായാലും പറഞ്ഞുതരാം. ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 2π ആണ്. കിട്ടിയില്ലെങ്കിൽ എന്നോട് പറയാം കേട്ടോ. 2π സെൻറ്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 13. എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്? എന്താ? എ ബലൂൺ വിച്ച് ഓൾവേസ് റിമെയിൻസ് സ്പെറിക്കൽ ഹാസ് എ വേരിയബിൾ ഡയമീറ്റർ. ഒരു ബലൂൺ ഉണ്ട്, അതെപ്പോഴും സ്പെറിക്കൽ ആയിരിക്കും, അതിൻ്റെ ഡയമീറ്റർ വേരിയബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. വെരി ഈസി ക്വസ്റ്റ്യൻ. ഡയമീറ്റർ ഇതാണ്, റേഡിയസ് എന്തായിരിക്കും? ഇതിൻ്റെ പകുതി ആയിരിക്കത്തില്ലേ? ഇതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പകുതി 3/2ൻ്റെ പകുതി എടുത്താൽ എത്ര? 3/4 ഇൻറ്റു 2x + 1. അപ്പോൾ റേഡിയസ് കിട്ടിയേ. ഇനി നമുക്ക് വേണ്ട എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം അല്ലേ വേണ്ടത്, വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട എന്താണ്? dv/dx ആണ് അല്ലേ. വോളിയം ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ടല്ലോ. എത്രയാണ് വോളിയം? 3/2 ഇൻറ്റു 2x + 1. 2x + 1 ആണ്. അപ്പോൾ നമ്മൾ വോളിയം കണ്ടുപിടിക്കുന്നത് എങ്ങനെ? ഫോർമുല എന്താ? സ്പിയറിൻ്റെ വോളിയം എന്താ? വോളിയം ഓഫ് എ സ്പിയർ ഈസ് 4/3 πr³ അല്ലേ. അപ്പോൾ അതിവിടെ തന്നെ ഇട്ട് കൊടുക്കുക, 4/3 π അല്ലേ. 4/3 π r³ r എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ടല്ലോ, അതിൻ്റെ ക്യൂബ്. അപ്പോൾ എത്ര വരും? 3/4 2x + 1 ഇതിൻ്റെ ക്യൂബ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്തെടുക്കണം, ഡിഫറൻഷിയേറ്റ് ചെയ്യണം കേട്ടോ. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ dv/dx is equal to 4/3 π. 3യുടെ ക്യൂബ് എത്ര വരും? 27. 4ൻ്റെ ക്യൂബ് 64. ഓക്കെ, ഇവിടെ ക്യാൻസൽ ആവുമല്ലോ. ഇവിടെ 9 വരും, ഇവിടെ എത്ര വരും? 16 വരും. ഓക്കെ, അപ്പോൾ ഇൻറ്റു എത്രയാ? 2x + 1 ദ ഹോൾ ക്യൂബാണ്. 2x + 1 ദ ഹോൾ ക്യൂബ് ഉണ്ടോ? ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല ഇപ്പോഴും കേട്ടോ. അപ്പോൾ ഞാനത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാം. dv/dx. അപ്പോൾ 9/16 കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് പുറത്തോട്ട് എടുക്കുക. അപ്പോൾ സംതിങ് റേസ് ടു n ആണ്. അപ്പോൾ എന്താണ്? n ഇൻറ്റു സംതിങ് റേസ് ടു n - 1. n - 1 എന്ന് പറയാൻ നേരത്ത് 3 - 1. 3 - 1 എന്ന് പറഞ്ഞാൽ എത്ര? 2 വരും. അപ്പോൾ n ഇൻറ്റു സംതിങ് റേസ് ടു n എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു സംതിങ് റേസ് ടു n - 1. ഇത് 2x + 1 ആണ് സംതിങ് കേട്ടോ. അപ്പോൾ ഡിഫറൻഷ്യൽ ഓഫ് സംതിങ് റേസ് ടു n ഇൻറ്റു സംതിങ് റേസ് ടു n - 1 ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് സംതിങ്. ഡിഫറൻഷ്യൽ ഓഫ് സംതിങ് എന്ന് പറഞ്ഞാൽ 2x + 1നെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. 2xനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എങ്ങനെ വരും? 2 ഒരു കോൺസ്റ്റൻ്റ് അല്ലേ, അപ്പോൾ അതിനെ വെളിയിലോട്ട് എഴുതി. നമ്മൾ വിത്ത് റെസ്പെക്ട് എക്സ് ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് കണ്ടോ. അപ്പോൾ എക്സ് ആയിട്ട് ഡിഫറൻസ് ചെയ്യുമ്പോൾ എക്സിൻ്റെ ഡിഫറൻഷ്യൽ എത്ര? 1 ആണ് കണ്ടോ. പ്ലസ് 1ൻ്റെ ഡിഫറൻഷ്യൽ എന്തായി പോകും? 0 കണ്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? സിംപ്ലിഫൈ ചെയ്യണം. അപ്പം ഇവിടെ നമുക്ക് വേറെ ഇനിയിപ്പം സിംപ്ലിഫൈ ആണുള്ളത്. അവിടെ ഒരു പൈ ഉണ്ടായിരുന്നു അല്ലേ, 9π ഉണ്ടായിരുന്നു, നമ്മൾ എഴുതിയില്ല. ഇവിടെ ഒരു പൈ ഉണ്ട്. അപ്പോൾ എത്ര വരും? 9 × 3 27. 27π/16 ഇൻറ്റു 2x + 1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 2 കൂടെ വരും അല്ലേ. 2 കൂടെ ക്യാൻസൽ ചെയ്യണം, 8. അപ്പം dv/dx എത്ര വരും? 27π ഇൻറ്റു 2x + 1 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 8.
വോളിയം അല്ലേ. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്താണ്? യൂണിറ്റ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം യൂണിറ്റ്സ് തന്നെ ഇട്ടേക്കുക. നിങ്ങൾ ഈ എന്താണെന്നുള്ളത് ഇട്ട് കൊടുക്കാം. വിച്ച് ഈസ് ദ റിക്വയർഡ് റേറ്റ്. ഓക്കെ, സിമ്പിൾ കാര്യമാണ്, ഒന്നുമില്ല, വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യനാണ്. എന്താണ് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേക്കുന്നത്? എന്താ, ബലൂൺ ഉണ്ട്, അതിൻ്റെ ഡയമീറ്റർ ഇതാണ്, അപ്പോൾ റേഡിയസ് നമുക്കറിയാം. റേറ്റ് അറ്റ് വിച്ച് വോളിയം ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? വോളിയത്തിൻ്റെ റേറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? dv/dx വിത്ത് റെസ്പെക്ട് എക്സ് എന്ന ഒരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇറ്റ്സ് വോളിയം വിത്ത് റെസ്പെക്ട് എക്സ്, അല്ലെ ഹൗ ഫാസ്റ്റ് ഇസ് ദ വോളിയം ചേഞ്ചിങ് എന്ന് എഴുതിയിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതിയേനെ? dv/dt എന്ന് എഴുതിയേനെ. അപ്പോൾ നമ്മൾ വോളിയത്തിൻ്റെ ഫോർമുല എഴുതി 4/3πr³, റേഡിയസ് ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക, സിംപ്ലിഫൈ, നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ഒരു ഗുഡ് ക്വസ്റ്റ്യൻ ആണ്. നോക്കാം എന്താ ക്വസ്റ്റ്യനിൽ പറയുന്നത്. എന്താണ്? സാൻഡ് ഈസ് പോറിങ് ഫ്രം എ പൈപ്പ് അറ്റ് ദ റേറ്റ് ഓഫ് 12 cm³/s. ഓക്കെ, ആ മണ്ണ് ഇവിടെ വല്ലൊരു പൈപ്പ് വല്ലതും ഉണ്ടാവും. ഞാൻ മാർക്ക് ചെയ്യാം. ഇതുണ്ട്, ഇവിടെ വല്ലൊരു പൈപ്പ് വല്ലതും ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് മണ്ണ് വീണുകൊണ്ടിരിക്കുകയാണ് താഴത്തോട്ട്. കണ്ടോ, ഇങ്ങനെ മണ്ണ് വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മണ്ണ് വീഴാൻ നേരത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഫോളിങ് സാൻഡ് ഫോംസ് എ കോൺ, ഒരു കൂന പോലെ ഇങ്ങനെ ഒരു കോണായി മാറി. കണ്ടോ, അതിങ്ങനെ ഒരു കോൺ ഷേപ്പിൽ ഇങ്ങനെ മണ്ണ് വീണ് കിടക്കുകയാണ്. ഉണ്ടോ, ഇങ്ങനെ ഉണ്ടോ? ഇനി അപ്പോൾ എത്ര ദ ഫോളിങ് സാൻഡ് ഫോംസ് എ കോൺ ഓൺ ദ ഗ്രൗണ്ട് ഇൻ സച്ച് എ വേ ദാറ്റ് ഹൈറ്റ് ഓഫ് ദ കോൺ ഈസ് ഓൾവേസ് 1/6 ഓഫ് റേഡിയസ് ഓഫ് ദ ബേസ്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ബേസ് ഒക്കെ ഒന്ന് ഡിഫൈൻ ചെയ്യാം. ബേസ് റേഡിയസ് ഇല്ല, ഇതിൻ്റെ റേഡിയസ്, ഈ കോണിൻ്റെ റേഡിയസ് എക്സ് ആയിട്ട് വല്ലതും എടുക്കാം. അപ്പോൾ ഞാനിവിടെ അത് അസംഷൻ ആദ്യം തന്നെ കൊടുത്തേക്കട്ടെ. ലെറ്റ് എക്സ് ബി ദ റേഡിയസ് ഓഫ് കോൺ, അല്ലേ? ലെറ്റ് എക്സ് ബി ദ റേഡിയസ് ഓഫ് ദ കോൺ ആൻഡ് എച്ച് ഇറ്റ്സ് ഹൈറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, ഹൈറ്റ് എന്ന് പറയുന്നത്. ഇനി അവർ നമ്മുടെ ക്വസ്റ്റിനിൽ തന്നേക്കുന്ന പ്രകാരം എന്താണ്? ഹൈറ്റ് ഓഫ് ദ കോൺ ഈസ് ഓൾവേസ് 1/6 ഓഫ് ഇറ്റ്സ് റേഡിയസ്. ഓക്കെ, അപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? റേഡിയസിൻ്റെ എത്ര ടൈംസേ ഉള്ളൂ? 1/6 ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്നത് റേഡിയസിൻ്റെ എത്ര ടൈംസ് ആണ്? 1/6 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം അത് ഒന്ന് എഴുതി വെച്ചേക്കാം. ഹൈറ്റ് ഇസ് ഈക്വൽ ടു 1/6. അപ്പോൾ ഇതിൻ്റെ അന്ന് എക്സ് എത്രയായിട്ട് എഴുതാം? എക്സ് ഇസ് ഈക്വൽ ടു 6h. ഇത് ആദ്യമേ എഴുതി വെക്കാം. എന്നിട്ട് ഈ കോണിൻ്റെ ഞാൻ ഹൈറ്റ് വേണം ഇവിടെ മാർക്ക് ചെയ്യാം. ഇതാണ് ഹൈറ്റ് കേട്ടോ, ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? കോണിൻ്റെ, നിങ്ങളത് അറിഞ്ഞിരിക്കണം കേട്ടോ. അതറിയില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വെച്ച് സ്റ്റക്കായി പോകും കേട്ടോ. കോണിൻ്റെ വോളിയം കണ്ടുപിടിച്ചെടുക്കാനുള്ള ഫോർമുലയാണ് 1/3πr²h. അതറിയാൻ മേലാത്തവർക്ക് പിന്നെ പ്രൊസീഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ക്വസ്റ്റ്യനിൽ അവർ തന്നേക്കുന്നത് എന്തൊക്കെയാണ്, ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് തന്നേക്കുന്നത്? സാൻഡ് ഈസ് പോറിങ് ഫ്രം ദ പൈപ്പ് അറ്റ് ദ റേറ്റ് ഓഫ് 12 cm³/s. നിങ്ങൾ കണ്ടോ, സെൻറ്റിമീറ്റർ ക്യൂബ് അത് വോളിയമാണ്, സെക്കൻഡ് ടൈമാണ്. അപ്പോൾ അവർ തന്നേക്കുന്നത് എന്താണ്? വോളിയം dv/dt എത്രയാ? 12 അല്ലേ? ഇനി നമുക്ക് dv/dt എടുക്കാം. അപ്പം കോൺസ്റ്റൻറ്റിനെ പുറത്തോട്ട് എടുക്കുക, 1/3π പുറത്തോട്ട് എടുക്കാം. 1/3യും പൈയും നമുക്ക് പുറത്തോട്ട് എടുക്കാം. ഇനി നമുക്ക് ബാക്കി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അത് ആർ എന്ന് പറയുന്ന നേരത്ത് എക്സ് ആണല്ലോ. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 6h അല്ലേ? 6h² ഉണ്ടോ, ഇൻറ്റു എന്ത് വരും? എച്ച്. അപ്പോൾ നമുക്കതിനെ ഒന്ന് സിംപ്ലിഫൈ ആണെങ്കിൽ നമുക്ക് എന്ത് വരും? 6ൻ്റെ സ്ക്വയർ 36 πh³ /3 വരത്തില്ലേ? 3 1 3 2 6. അപ്പോൾ എത്ര വരും? 12 πh³ 12 πh³ എന്ന് പറഞ്ഞു വരും. അപ്പോൾ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യണമല്ലോ, നമ്മളിപ്പോഴും ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ ചിലർ ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നൊക്കെ വിചാരിച്ചിരിക്കും. ഇത് ഡിഫറൻഷ്യേറ്റ് ആയിട്ടില്ല, അപ്പോൾ ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ നേരത്ത് എന്ത് വരും? dv/dt കോൺസ്റ്റൻറ്റിനെ വെളിയിലോട്ട് എഴുതുക. ആരൊക്കെയാ? 12ഉം പൈയും കോൺസ്റ്റൻ്റ് ആണ്, h⁻3. ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എഴുതിയേക്കാം, ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു
ടൈമാണ്. അപ്പോൾ 12π കോൺസ്റ്റൻ്റ് ആണ്, അതിനെ പുറത്തോട്ടൊക്കെ എഴുതി. അപ്പോൾ എച്ച് എന്ന് പറയുന്നത് ഒരു സംതിങ് ആണ് കേട്ടോ, കാര്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന റെസ്പെക്ട് ടു ടൈമാണ്. അപ്പോൾ എച്ച് എന്ന് പറയുന്നത് സംതിങ് റേസ് ടു എൻ എന്ത് വരും, എൻ ഇൻറ്റു സംതിങ് റേസ് ടു എൻ മൈനസ് 1, അപ്പോൾ 2 വരും. അപ്പോൾ നമ്മളിതിനെ സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ 12 ഇൻറ്റു 3 എത്ര വരും, 36 പൈ എച്ച് സ്ക്വയർ എന്ന് പറഞ്ഞ് കിട്ടും അല്ലേ. അത് മാത്രമല്ല, ഇനി വേറൊരു ടേമും കൂടെ ഉണ്ട് ഇവിടെ, എന്ത് വരും, dh/dt. ഇത് മറക്കരുത് കേട്ടോ, ഈ സാധനം മറന്നത് തെറ്റിപ്പോവും. കാര്യം ഹിയർ വി ആർ ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പം ടൈം വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 12 കോൺസ്റ്റൻ്റ് ആണ്, പൈ കോൺസ്റ്റൻ്റ് ആണ്, എച്ച് ക്യൂബ് എന്ന് പറഞ്ഞാൽ സംതിങ് ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, എൻ ഇൻറ്റു സംതിങ് റേസ് ടു എൻ മൈനസ് 1 ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് സംതിങ്, അതായത് dh/dt. അപ്പം dh/dt നമ്മളിവിടെ എഴുതണം. അപ്പോൾ ഈ dh/dt നമ്മളിവിടെ എഴുതണം, dh/dt. അപ്പം ഇപ്പുറത്ത് ആരാ ഉള്ളത്, dv/dt അല്ലേ. പക്ഷെ dv/dt നമുക്ക് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ടല്ലോ 12 അല്ലേ, അത് നമുക്ക് ക്വസ്റ്റിന് ഓൾറെഡി തന്നിട്ടുണ്ടല്ലോ. dv/dt എത്രയാണ് നിൽക്കുന്നത്, 12. അപ്പോൾ നമുക്ക് വേണ്ടത് dh/dt അല്ലേ. അപ്പോൾ അവർ പറയുന്നുണ്ട് വെൻ h is equal to എത്ര, 4. h എത്രയാകുമ്പോഴാണ് 4, h 4 ആകുമ്പോൾ dv/dt എത്ര, 12 ആണ്. അപ്പം 36 പൈ h എത്ര, 4 അല്ലേ, 4 സ്ക്വയർ എത്ര, 16 ഇൻറ്റു dh/dt. അപ്പം 4 വെച്ച് ക്യാൻസൽ ചെയ്തേ, 4 3s are 12, 4 4s are 16 അല്ലേ. ഇനി 3 1 3 2s are 6 അല്ലേ. അപ്പം നമുക്ക് എത്ര വരും, താഴത്തെ ഡിനോമിനേറ്ററിലോട്ട് വരത്തില്ലേ, 1/12 ഇൻറ്റു 4 എത്ര വരും, 48. ഒരു പൈ ഇങ്ങനെ ഉണ്ട്, 1/48 പൈ. അതാണ് എന്തെന്ന് പറയുന്നത്, dh/dt. dh/dt എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും, 48 പൈ. അത്രയും ഹൈറ്റ് അല്ലേ, അപ്പോൾ സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. ഇതായിരിക്കും എൻ്റെ ആൻസർ. കിട്ടിയോ, മനസ്സിലായോ? എങ്ങനെയാണ് നമ്മൾ പറയുന്നത്, എന്താ, നമ്മളൊരു പൈപ്പ് ഉണ്ട്, പൈപ്പിൽ നിന്ന് മണ്ണ് വീണ് അതൊരു കൂന പോലായി, അപ്പോൾ ഒരു കോൺ ഷേപ്പായി. അപ്പോൾ അതിൻ്റെ ബേസ് റേഡിയസ് എന്ന് പറയുന്നത്, ബേസ് റേഡിയസിൻ്റെ 1/6 ഉള്ളൂ എന്തെന്ന് പറയുന്നത്, ഹൈറ്റ് എന്ന് പറയുന്നത് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ 6h എന്ന് പറഞ്ഞ് കിട്ടും. പിന്നെ അവർ പറയുന്നുണ്ട് ഹൗ ഫാസ്റ്റ് ഇസ് ദ ഹൈറ്റ് ഓഫ് ദ സാൻഡ് കോൺ ഇൻക്രീസിങ് എന്നാണ് അവർ ചോദിച്ചേക്കുന്നത്. ഹൈറ്റ് എത്ര വേഗത്തിലാണ് കൂടുന്നത് എന്ന് പറഞ്ഞാൽ dh/dt ആണ് അവർക്ക് വേണ്ടത്. വെൻ ഹൈറ്റ് ഈസ് എത്ര സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, വോളിയം എടുത്ത് എഴുതുക, അതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. കണ്ടോ, ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈറ്റ് 4 ആകുമ്പോഴുള്ള റേറ്റ് ഓഫ് ചേഞ്ച് ആണ്, ഹൈറ്റിൻ്റെ ചേഞ്ചാണ് നമുക്ക് വേണ്ടത്. അപ്പം dv/dt നമുക്ക് 12 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ബാക്കി എച്ചിന് നമ്മൾ എന്തിട്ട് കൊടുക്കാം, 4 ഇട്ട് കൊടുക്കാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് dh/dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടും, 1/48 പൈ സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ.